നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവാൻ ആഗ്രഹിച്ചിട്ട് ഒന്നും ആവാൻ പറ്റാതെ ഭയങ്കര നിരാശരായിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തന്നെ നേരം കാണുള്ളൂ. കാരണം ഇത് നിങ്ങൾക്ക് എവിടെയും എത്താൻ പറ്റാതെ പോകുന്നത് അത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് കൊണ്ടാണ്. ആ പ്രോബ്ലംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കോൺഫിഡൻസ് ഇല്ലായ്മ, നമ്മൾ ചെയ്താൽ ശരിയാവും, നമ്മളെ കൊണ്ട് പറ്റൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് സപ്പോർട്ടില്ല. അവന് സപ്പോർട്ടുണ്ട്, എനിക്ക് സപ്പോർട്ടില്ല, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടില്ല, ഫിനാൻഷ്യൽ സപ്പോർട്ടില്ല. ഇതെല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം എത്ര വലുതായിക്കോട്ടെ അതിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ കുറെ സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ മാസങ്ങൾ എടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാം. പക്ഷെ അതിനാലോചിച്ച് അത് ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ നേരം കാണുള്ളൂ. നമുക്ക് ഏത് സ്റ്റേജിലാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ആ സ്റ്റേജിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. നമുക്ക് ഇത്ര നിസ്സാരമായി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഒരു ചെറിയ കാര്യങ്ങൾ വരെ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യാം. ദെൻ നമ്മുടെ ആ ഡ്രീമിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അത് ലാസ്റ്റ് ഓരോ ദിവസം കഴിയുന്നതോറും നമുക്കത് ഫാസ്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അതിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. അതായത് നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ എങ്ങനെ ഫസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ലെവലായിരിക്കും. ദെൻ അതിങ്ങനെ ഹാർഡായിട്ട് ഭയങ്കര ടഫായിരിക്കും ഗെയിം വരുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് പാസ്സാവും, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളത് കളിച്ച് ജയിക്കും. അത്രേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ നമ്മൾ എത്തുന്നതിന്റെ ഒരു ഡ്രീമിലോട്ട് എത്താനുള്ള ഒരു ജേർണി എന്ന് പറയുന്നത്.